ഹലോ, ഞാൻ ഡോക്ടർ ഷാരോൺ കൃഷ്ണൻ. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ കുന്നത്താൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തത് അവിസന്ന തജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തജിക്കിസ്ഥാൻ. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ്. എന്നോടൊപ്പം പഠിച്ച പത്തൽപ്പരൻ ഡോക്ടർ എൻ്റെ കൂടെ ഈ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ്, എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽ, തൃശൂർ മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഈ ഹോസ്പിറ്റലിലെല്ലാം എൻ്റെ കോളേജിൽ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ MBBS സ്റ്റുഡൻസ് പഠിക്കുന്നത് എൻ്റെ കോളേജിലാണ്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ കോളേജിലെ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ക്ലിനിക്കൽ എക്സ്പോഷർ, ഫുഡ്, അക്കോമഡേഷൻ, ഇതെല്ലാം എൻ്റെ കോളേജിൽ ബെസ്റ്റ് ആണ്. എനിക്ക് ഈ നാട്ടിൽ നീറ്റിന് നല്ലൊരു മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ അവിസന്ന ചൂസ് ചെയ്യുന്നത്. എൻ്റെ സെലക്ഷൻ തെറ്റിയില്ല. എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ FMG എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. എനിക്ക് എൻ്റെ ഡോക്ടർ എന്ന ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അതുപോലെ എന്നെപ്പോലെ തന്നെ ആയിരക്കണക്കിന് ഡോക്ടേഴ്സ് അവരുടെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റി. എനിക്ക് അവിടെ നല്ലൊരു മെഡിക്കൽ എഡ്യൂക്കേഷനാണ് കിട്ടിയിരുന്നത്. എൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി സർജന്മാരും പ്രൊഫസേഴ്സും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ അവിടുത്തെ സീനിയേഴ്സ് ഡോക്ടേഴ്സ് അടങ്ങിയ ഗ്രൂപ്പാണ് മെൻറ്റോറിയം മെഡിസിന. അവർ നമ്മുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് അനാട്ടമിയിൽ കടാവർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ വരെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലിനിക്കൽ എക്സ്പോഷർ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ മറ്റുള്ള അബ്രോഡ് പോയി പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് നല്ലപോലെ ക്ലിനിക്കൽ എക്സ്പോഷർ അവിസന്നയിൽ കിട്ടിയത് കൊണ്ട് എനിക്കിതൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവിസന്നയ്ക്ക് അവിടെ 27 ഓൺ ഹോസ്പിറ്റലുണ്ട്. അതുപോലെ അവിടുത്തെ ഫുഡ് അക്കോമഡേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഫുഡ് ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് ചൂസ് ചെയ്തത്. അക്കോമഡേഷന് സിംഗിൾ, ഡബിൾ, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൂമുകളായിരുന്നു. ഇതെല്ലാം എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇതിനെല്ലാം കാരണം ഹാർവസ്റ്റ് അബ്രോഡ് എന്ന സ്ഥാപനമാണ്. അതിൻ്റെ ഡയറക്ടർ അവിനാഷ് സാർ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. താങ്ക്സ് ടു ഹാർവസ്റ്റ്, താങ്ക്സ് ടു അവർ